അവിടെ ചെന്നാൽ ഒരു കൊന്ന് പരാതി പറയും. പക്ഷെ ഞാൻ ഡീൽ ചെയ്തോളാം. അതൊക്കെ നോക്കിക്കോ. ആ തള്ളുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല. എന്താ ശരിയാവില്ല. തള്ളയൊന്നും ഉണ്ടാവില്ല. നീ വാ. കാണില്ലല്ലേ? അങ്കിൾ, അങ്കിളേ, അങ്കിളേ. എന്ത് വർത്താ നീ പറഞ്ഞു? ഓരോ സ്ഥലത്തിനനുസരിച്ച് വിളിക്കാൻ പഠിക്കും. അല്ല, നമ്മളിപ്പോ അപ്പുറത്തെ അച്ഛൻ്റെ വീട്ടിൽ പോയപ്പോ അങ്കിളിന്ന് വിളിച്ചില്ല. ഇവിടെ അത് വേണ്ട. മാവോ മാവോ പെൻഷൻ കിട്ടിയില്ല കേട്ടോ. അത് ഞങ്ങൾ മേടിച്ചരാ. പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു പഞ്ചായത്തിൽ ചെല്ല. പഞ്ചായത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്തേക്കല്ല. എന്ത് ചെയ്യാൻ, വയസ്സായ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? അതെ, ഇതൊന്നും പേടിക്കണ്ട. പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് സംഭവം കൈയോടെ തന്നെ കാശ് മേടിച്ചിട്ട് വരാം. വലിയ ഉപകാരം. ഇന്നിപ്പോ തിരുവനന്തപുരത്ത് പോയ ഉച്ചക്കുള്ള കമ്മിറ്റിയാ. ഏത് കമ്മിറ്റി? കമ്മിറ്റി നാളെ വേണമെങ്കിൽ മാറ്റാം. ചേട്ടന്റെ കാര്യം മോനെ, പെൻഷൻ കാശ് ഈ കുടുംബത്തിന് ഒന്നിനും തികച്ചില്ല. ഒരു മാസം കൂടെ അങ്ങനെ കഴിയട്ടെ. നമ്മുടെ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ ഇങ്ങക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കൊടുക്കുന്ന പെൻഷൻ കാശും കൂടി ഞാൻ മേടിച്ചു. അയ്യോ, ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. എന്തായാലും മേടിച്ചു തരും. എന്റെ ചേട്ടാ, വേണ്ട ഈ കോയൊക്കെ വിചാരിച്ചാൽ നിങ്ങൾക്ക് വിധവാ പെൻഷൻ വരെ വാങ്ങിച്ചു തരില്ല. അല്ല പിന്നെ അതിനിങ്ങനെ കുത്തിരുത്താൻ പറ്റൂല. ഇറങ്ങണോ ഞങ്ങളുടെ കൂടെ, ഇറങ്ങി പ്രവർത്തിക്കണോ? മോനെ, അതിന് കാലിന് സുഖമില്ലല്ലോ എനിക്ക്. കാലിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ആ ബൂത്തിൽ വന്നിരുന്നാൽ മതി, ഇലക്ഷൻ ബൂത്തിൽ വന്നിരുന്നാൽ മതി. വെറുതെ എന്നാ പിന്നെ റേഷൻ കാർഡും സഞ്ചി എടുക്കണം. അതൊന്നും കൊടുക്കണ്ട, അതൊന്നും കൊടുക്കണ്ട. അതെ, കോയക്ക ഈ കുഴി കാലം നീട്ടിരിക്കണ ഇതിനൊക്കെ എടുത്ത് എന്തിനാ ബൂത്തി കൊണ്ടിരുത്തണേ? ഇവരിനൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തിയാലാണ് ഇവര് നമ്മുടെ ആൾക്കാരെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊന്നും പിടിക്കൂലേ? തട്ടി എങ്ങാനും പോയാൽ അതിനേക്കാളും തലവേദനയാവും. അതൊന്നും ഒരു ബോധമില്ല. അപ്പൊ ആ സഹതാപ വോട്ടും കൂടി നമുക്ക് കിട്ടൂലേ? 5-8 ആൾക്കാർ ഇവിടെ വോട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ എന്നാ ഇറങ്ങിക്കോളാം. എന്നാ പോവാ അല്ലേ? മണ്ടോതിരി മാമൻ ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തില് മണ്ടോതിരി ജനിച്ചിട്ടില്ല. നീയും ജനിച്ചിട്ടില്ല. ഞാൻ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ട് ചോര മുള്ളിയവനാ, അറിയോ? അതെ. അപ്പൊ നമുക്ക് ബൂത്തിലേക്ക് കടന്നാലോ? എവിടെ? അപ്പൊ പറഞ്ഞ പോലെ ബൂത്തിലേക്ക്. അയ്യോ, അമ്മായിയമ്മ വന്ന് എന്നോട് ചോദിക്കുള്ളൂ. എനിക്ക് നല്ല ചെയ്തു നോക്കും. ഇപ്പൊ അച്ഛൻ പോകുന്നു വേണ്ട, ഇവിടെ നിന്നെ. മണ്ടു, അമ്മായി അമ്മയൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അല്ല, അമ്മായി അമ്മ ഇപ്പൊ ഏത് പാർട്ടിയില? അവരിപ്പോഴും ഇങ്ങനെ ആടി നിക്കാം. കാശ് എവിടുന്ന് കൂടുതൽ കിട്ടണോ അങ്ങോട്ട് മാറി. കാശോ? ലോകസഭ ഇലക്ഷനോ? ലോകസഭ ഇലക്ഷൻ ആയാലും പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും ഞങ്ങൾ ചെയ്യണ വോട്ട് തന്നെയല്ലേ? കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് ഞങ്ങൾ വോട്ട് ചെയ്തതിന് 150 രൂപ ഈ വീട്ടിലേക്ക് കൊടുത്തു വിട്ടതാ. അതിന് 50 രൂപ ഇയാൾ അടിച്ചു മാറ്റി. സത്യമായിട്ട് ഇയാൾ അടിച്ചു മാറ്റി. ഇതേ എന്റെ അമ്മായിയമ്മ എങ്ങാനും നിങ്ങളെ കണ്ടെന്നാലും പുളിച്ചു തരും. അതൊക്കെ പോട്ടെ. ഞങ്ങൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒക്കെ ഞങ്ങൾ സമ്മതിക്കും. ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തിട്ടുണ്ട്? അപ്പൊ ഞങ്ങൾ അച്ഛനെ കൊണ്ടുപോട്ടെ. അയ്യോ, ഉച്ചക്ക് എന്തേലും കൊടുക്കണേ. തീരെ സുഖമില്ലാത്ത ആളാ എന്റെ മണ്ടോതിരി. ഞങ്ങൾ പ്രവർത്തകർക്ക് വിശപ്പും ദാഹമില്ല. വയറിന്റെ വികസനമല്ലേ ഞങ്ങൾക്ക്, നാടിന്റെ വികസനമാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇടക്കിടക്കുള്ള ബീഡിയും കട്ടൻ ചായയും അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റവും. അത് നമ്മൾ ഇടക്കിടക്ക് ഓർത്തോളൂ. വേറെ കാര്യം, നാളെ പാർട്ടി ഫണ്ട് പിരിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരും. അത് കമ്പനിന്ന് പിരിച്ചല്ലോ. അത് കമ്പനിക്കാരുടെ വകയായിട്ട് അവിടുന്ന് കൊടുക്കണല്ലേ. അത് അല്ലാണ്ടുള്ള പിരിവാ ഞങ്ങൾ പറഞ്ഞു. അത് അവിടുത്തെ പ്രവർത്തകർക്കുള്ളത്. അതെ അതെ. ഇതിവിടെ നമ്മുടെ നാട്ടില് പിന്നെ 100-100 ആൾക്കാർ പാർട്ടിയിലുള്ളത്. പിന്നല്ലാണ്ട് ഒരു ബിരിയാണിയെങ്കിലും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ, ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ കൂടെ നിൽക്കാൻ ആളെ കിട്ടില്ല. ഇത്തവണ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഈ വനിതകളുടെ മീറ്റിംഗ് സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് ഈ വീട്ടിൽ വെക്കാൻ പറ്റൂല. കഴിഞ്ഞ ഇലക്ഷന് വച്ചതിന്റെ പേരില് ഞങ്ങൾക്ക് ചെലവായ ചായപ്പൊടി, പഞ്ചസാര, ഇതൊന്നും ഇങ്ങോട്ട് ഇതുവരെ മേടിച്ച് തന്നിട്ടില്ല. അതിന്റെ പൈസയും തന്നിട്ടില്ല. ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു ചാക്ക് പഞ്ചസാരങ്ങൾ കൊണ്ടുവന്ന് തരും ഞങ്ങൾ. അങ്ങനെയല്ലാതെ ഇവിടെ മീറ്റിംഗ് ഒന്നും വെക്കാൻ പറ്റില്ല. വേണ്ട, അവിടെ ഇതിന്റെ അകത്ത് വേണ്ട. നമുക്ക് ഇവിടെ ടാർപ്പായിട്ട് മുറ്റത്താക്കാം. ഇവിടുന്ന് ചായയും വെള്ളം ഒന്നും തരില്ല. വേണ്ടല്ലോ, എന്തൊരു കഷ്ടത്. എന്റെ അമ്മായിയമ്മയുടെ സ്വഭാവം അറിയാലോ. കോയക്ക, ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ ജയിച്ച ഉടനെ തന്നെ ഒരു 5 ചാക്ക് പഞ്ചാര ഇവിടെ ഇറങ്ങി കൊടുക്കണം. എന്തിനാ ഉറുമ്പരിച്ച് ചാവാനോ? ഇതൊന്ന് പോയിക്കാർന്ന് നിങ്ങൾക്ക് വേണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ ഇജ്ജ് വന്നേള്. അപ്പൊ ശരി, വേണ്ടോ?